ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും രാജീവ് എത്തിയത് പ്രധാനമന്ത്രി പറഞ്ഞത് അറിയിക്കാനാണെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തെറ്റിദ്ധാരണയുടെ പുറത്താണ് കന്യാസ്ത്രീകൾക്കെതിരായ ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ വേദനയും അമർഷവും ഉണ്ട്. കാരണം രണ്ട് സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന വർഷങ്ങളായി ഈ സിസ്റ്റർ, അതിലേറെ 40 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞു, ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ, അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ്, വിവേചനങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം, ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാതന്ത്ര്യം. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും, രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം. പിന്നെ കോൺഗ്രസ് എം പിമാർ, മറ്റു പാർട്ടികളെ എം പിമാർ ഒക്കെ റെസ്പോണ്ട് ചെയ്തു. ഞങ്ങൾ അവരായിട്ടൊക്കെ അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക്, ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത്, ഇതെല്ലാം ഞങ്ങൾ അവർ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. ഇന്ന് രാജീവ് ചന്ദ്രശേഖരെ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. മിഞ്ഞാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു, ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ എം പിസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്നത് ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർക്ക് ജാമ്യം നൽകുക. അത് ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ മിഞ്ഞാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും. വിവരങ്ങളുമായി നടരാജ് പരശുറാമാണ് ചേരുന്നത്. നടരാജ്, കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം എതിരായതോടുകൂടിയാണോ സമവായ നീക്കങ്ങൾ, അനുനയ നീക്കങ്ങൾ ബി.ജെ.പി. സംസ്ഥാനാധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്? അങ്ങനെ തന്നെയാണ് ദിവ്യ. നമുക്കറിയാവുന്ന പോലെ ബി.ജെ.പിക്ക് കേരളത്തിലുള്ള ഏക ലോക്സഭാ സീറ്റാണ് തൃശ്ശൂർ എന്നുള്ളത്. തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ നിർണായകമാണ്. സഭയ്ക്ക് ഏറെ സ്വാധീനമുള്ള മണ്ണാണിത്. ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ അതിരൂപത മാത്രമല്ല, ക്രിസ്തീയ സഭകളാകെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി.ജെ.പിക്ക് എതിരായി തിരിയാനുള്ളൊരു സാഹചര്യം കാണുകയും ഒരു ഡാമേജ് കൺട്രോൾ നടപ്പിലാക്കുകയുമാണ് ബി.ജെ.പി. എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം അതിരൂപത അധ്യക്ഷനെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇന്ന് തൃശ്ശൂരിലെത്തുകയും തൃശ്ശൂർ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തിനെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് കാണുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ ഛത്തീസ്ഗഡ് പോലീസിന് തെറ്റുപറ്റിയതാണെന്നും ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായാണ് അറസ്റ്റ് ഉണ്ടായതെന്നും ആന്റി കൺവേർഷൻ ലോ ഒക്കെ തന്നെ നിലവിലുള്ള സംസ്ഥാനമായതിനാൽ നടപടിക്രമങ്ങൾ നടക്കുകയാണെന്നും ഉടൻ തന്നെ കന്യാസ്ത്രീകൾ മോചിപ്പിക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ് സഭാ നേതൃത്വത്തിന് ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രി അമിത്ഷായും ഒക്കെ തന്നെ നൽകിയിരിക്കുന്ന ഉറപ്പ് സംസ്ഥാന പ്രസിഡന്റിലൂടെ സഭയെ അറിയിക്കുകയായിരുന്നു ബി.ജെ.പി. എന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ ഇനി കേസെത്തുമ്പോൾ ജാമ്യത്തെ എതിർക്കില്ല. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾ മോചിപ്പിക്കപ്പെടും എന്ന കാര്യം സഭാ നേതൃത്വത്തിന് ബി.ജെ.പി. ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യം സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുവെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ സഭയെ അറിയിച്ചുള്ളത്. സംഭവത്തിൽ മനോവേദനയുണ്ടെന്നും ഇത്തരത്തിലൊന്നും നടക്കാൻ പാടില്ലായിരുന്നുവെന്നും ബി.ജെ.പി. പക്ഷേ കൃത്യസമയത്ത് തങ്ങളുടെ രോദനം കേട്ടുവെന്ന് മാർ ആൻഡ്രൂസ് താഴത്തും അല്പസമയം മുമ്പ് പ്രതികരിക്കുകയുണ്ടായി. ഒരർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം തുടരുന്നുണ്ട്. കൃത്യസമയത്ത് ബി.ജെ.പി.
ഒരു ഡാമേജ് കൺട്രോളിന് ഇറങ്ങി തിരിച്ചു എന്നുള്ളത് നമ്മൾ ഇതിലൂടെ വായിക്കേണ്ടി വരും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ളൊരു ഇടപെടൽ BJP നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിലൂടെ തന്നെ ഉടൻ തന്നെ BJP അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും വലിയ പ്രതിഷേധം സംസ്ഥാനത്തും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സംഭവത്തിൽ തുടരുകയാണ്. തൃശ്ശൂർ അതിരൂപത കഴിഞ്ഞ ദിവസമാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം സ്വരാജ് റൗണ്ടിലും കോർപ്പറേഷൻ പരിസരത്തുമൊക്കെ തന്നെ നടത്തിയത്. സന്യസ്തരും കന്യാസ്ത്രീകളും മറ്റ് അനുഭാവികളും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖരുമൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ വിഷയമായി വലിയൊരു വിഷയമായി ഇത് മാറുമ്പോൾ തന്നെ ഉടൻ പരിഹാര മാർഗങ്ങളുമായി ഇറങ്ങുകയായിരുന്നു BJP. അതിൻ്റെ ഫലമാണ് അല്പസമയം മുമ്പ് വിശ്വാസമുണ്ടെന്നും ഉടൻ തന്നെ മോചിപ്പിക്കപ്പെടുമെന്നുമാണ് പ്രതീക്ഷയെന്നും സഭാ നേതൃത്വം പ്രതികരിച്ചത്.